മനുഷ്യനായാലേ കുറച്ചൊക്കെ ആത്മാഭിമാനം വേണം. കൂടെ നിൽക്കുന്ന ഒരു തൊഴിലാളിയെ വഞ്ചിക്കാൻ നിങ്ങൾക്ക് എങ്ങനെ മനസ്സ് വന്നു മിസ്റ്റർ? ഞാൻ പറയുന്നത് താനൊന്ന് മനസ്സിലാക്കാം. താനൊന്നും പറയണ്ടോ? ഡാ മുതലാളിത്തത്തിന്റെ ചെരുപ്പ് നക്കികളെ നാണമില്ലോടാ നിങ്ങൾക്കൊക്കെ. ചതിയന്മാര് ഈ സ്ഥാപനമായിട്ട് തനിക്കിപ്പോ ഒരു ബന്ധവുമില്ല. മര്യാദയ്ക്ക് പുറത്തു പോകണം. ഞാനേ ലിയോ സീ ഫുഡ്സിനെ പ്രേമിക്കാൻ വന്നൊന്നുമല്ല. എന്റെ അനുവാദമില്ലാതെ ഒരു ലോഡ് ഇവിടുന്ന് പുറത്തേക്ക് പോകുന്ന എനിക്കൊന്ന് കാണണം. അതിനുവേണ്ടി വന്നാ. അപ്പോ മര്യാദയുടെ ഭാഷ തനിക്ക് മനസ്സിലാവത്തില്ല. ഇല്ല, എന്നെ തിരിച്ചെടുക്കുന്നത് വരെ എന്നിൽ നിന്ന് ഒരു മര്യാദയും പ്രതീക്ഷിക്കണ്ട. ഓ, എന്തോന്ന് കാണാൻ നീക്കോളൂ താൻ? അയാളെടുത്ത തൊഴിലാളി. എവിടുത്തെ തൊഴിലാളി? ലോഡ് വെളിയിൽ പോകുന്ന പോലെ തടസ്സം വന്നാലുണ്ടല്ലോ. എന്നേ തൊട്ടിലിരിക്കുന്നു. അപ്പൊ ഞങ്ങൾ എന്ത് കാര്യം? അളി സ്ഥിരപ്പെടുത്തുന്ന കാര്യം. അപ്പൊ ഇന്ന് തന്നെ ഞങ്ങൾ സ്ഥിരപ്പെടുത്തിക്കളെ അല്ലേ? എന്റെ നെഞ്ചത്തോടെ കേറ്റുകൊണ്ട് പോകാൻ എന്റെ പ്രശ്നം താൻ പരിഹരിക്കുള്ളൂ. കേരള ഇറങ്ങി പോകണം. ഡോക്ടർ എന്ത് പറഞ്ഞു? അല്പം കൂടി ജീവൻ ബാക്കിയുണ്ടെന്ന് പറഞ്ഞു. ഒരു ഗുണ്ടയെ കൂടി വിളിച്ചോണ്ട് പോവാ, എന്നിട്ട് ബാക്കിയുള്ള ജീവൻ കൂടി എടുത്തോ. ഇതൊന്നും ഞങ്ങൾ ആഗ്രഹിച്ചിട്ട് നടന്നതല്ല. വലത് കൈ കൊണ്ട് ഇടിക്കുകയും ഇടത് കൈ കൊണ്ട് തലോടുന്നതായിട്ട് അഭിനയിക്കുകയും ചെയ്യുക ഒരു മുതലാളിത്ത തന്ത്രമാണെന്ന് പണ്ട് കാർൽ മാർക്സ് പറഞ്ഞിട്ടുണ്ട്. ഓഹോ, അപ്പൊ ഈ കാർൽ മാർക്സ് പറയാത്തായിട്ട് ഒന്നുമില്ല ഈ ലോകത്തിൽ? ഒന്നുണ്ട്. ബൂർഷ്വാ വർഗത്തെ ഒറ്റയ്ക്കൊരു തൊഴിലാളിക്ക് നശിപ്പിക്കാൻ പറ്റുന്ന അദ്ദേഹം പറഞ്ഞിട്ടില്ല. പക്ഷെ ഞാനത് ചെയ്യും. മിസ്റ്റർ സാരഥി, ആരാണ് ഇവിടുത്തെ ബൂർഷ്വാ? ഈ പെൺകുട്ടിയോ അതോ ഇതിന്റെ താഴെയുള്ള 3 കൊച്ചു പിള്ളേരോ? കുര്യച്ചന് ഇങ്ങനൊരു മാർഗം സ്വീകരിച്ച് ഞങ്ങൾക്ക് ശരിക്കും വിഷമമുണ്ട് കേട്ടോ. ഇവിടുന്ന് ഇറങ്ങിയ ഉടനെ സാരഥി ആക്ട് ജോലിക്ക് കയറണം. ഇനി എന്റെ ഡോഗ് വരും നിങ്ങളുടെ ജോലിക്ക്. അതിപ്പോഴത്തെ ചൂടൊന്ന് തണുത്തിട്ട് ആലോചിച്ചാൽ മതി. വാമളെ കുഞ്ഞുസേ. ഓ, ആ മോളെ, ഞാൻ ഡോക്ടറെ ഒന്ന് കണ്ടിട്ട് വരാം. വേറെ ആരോടും പറയണ്ട. ഓ, മുത്തച്ഛനെവിടെ? ഡോക്ടറെ കാണാൻ പോയി. അയാൾ എന്തിനാ വിളിച്ചേ? അത് വെറുതെ. വെറുതെ? അതേന്ന്. കുഞ്ഞുസേട്ടാ, കുത്തി കുത്തി ചോദിച്ച് മോൾ എന്നെ കൊണ്ട് കൂടുതൽ നുണ പറയിപ്പിക്കരുത്. ആരോടും പറയരുതെന്ന് പാർത്ഥസാരഥി പ്രത്യേകം പറഞ്ഞതാ. അയാളുടെ ഒരു സുഹൃത്തിനോട് കുറച്ച് കാശ് വാങ്ങി ഈ മരുന്ന് മേടിച്ച് വീട്ടിലെത്തിക്കാൻ. ഒന്നും പറയണ്ട, നിങ്ങൾ വെറും മണ്ണ. നിങ്ങളുടെ തലയ്ക്കകത്ത് മണ്ണ. ശാന്തേ, നിങ്ങൾക്ക് പറ്റിയത് പോലീസ് പണി തന്നെയാ. എങ്ങാണ്ടൂന്ന് കയറി വന്ന ഒരു കിഴവൻ പിള്ളേരെ ഒറ്റയടിക്ക് കയ്യിലെടുത്തു. അയാള് പാട്ട് പാടുന്നു, ഡാൻസ് ചെയ്യുന്നു. ഞാനൊന്ന് ഡാൻസ് ചെയ്താലോ? ഓട്ടം തുള്ളലൊക്കെ കുറച്ച് എനിക്കറിയാലോ. കുട്ടികളോട് നന്നായി പെരുമാറി അവരുടെ സ്നേഹം പിടിച്ചെടുത്തില്ലെങ്കിലേ ഇവിടുന്ന് ഓടിത്തുള്ളി പോവേണ്ടി വരും. ഓടണോ തുള്ളണോ എന്നുള്ളത് ഞാൻ നിനക്ക് കാണിച്ചു തരാം. കുറച്ചു നേരം വെയിറ്റ് ചെയ്യും. കാണാം. മോൻ ഗംഭീരമായിട്ട് ക്രിക്കറ്റ് കളിക്കണ്ടല്ലോ. ക്രിക്കറ്റ് അല്ലാതെ എന്തായാലും കളി ഗംഭീരം തന്നെ. മോന്റെ ഈ മിടുക്കും കളിയൊക്കെ കാണുമ്പോ എനിക്ക് എന്റെ കുട്ടിക്കാലം ഓർമ്മ വരിക. അതെന്താ? ഇതുപോലെ തന്നെയായിരുന്നു ഞാൻ. അന്നത്തെ കളി കള്ളനും പോലീസും കളിക്കില്ല. അമ്മാവൻ ഒറ്റയ്ക്ക് കള്ളൻ, അപ്പുറത്തുള്ളവര് മുഴുവനും പോലീസുകാര്. എല്ലാ കളിയിലും കള്ളം പോലീസുകാർ ഇടിച്ചു വീഴ്ത്തും. അറിയോ? പിന്നെ മോൻ സിനിമയിൽ ജാക്കി ചായനെ പറ്റി കേട്ടിട്ടില്ലേ? അതേപോലെ അമ്മാവനും സ്റ്റണ്ട് ചെയ്യും. കളിക്കാം. മോൻ ഇങ്ങനെ തിരിഞ്ഞു നിൽക്ക്. അമ്മാവൻ ഇടിക്കുന്ന പോലെ കാണിക്കുള്ളൂ, മേല് കൊള്ളില്ല കേട്ടാ.
മേല് കൊണ്ടില്ലല്ലോ. ഇല്ല. ആ വാ, ഇനി ഇതുപോലെ തന്നെ വന്ന് നിൽക്ക്. ആ അതുപോലെ തന്നെ വീഴണം. ആ ശ്ശും. അയ്യോ. ഇനി ഞാൻ ഇടിക്കാം. ഓ ഞാൻ വീഴാം. റെഡി? ഞാൻ വീഴാം. വാ വാ വാ. മോനെ. ഓ കൊല്ലല്ലോ ചക്കൻ. തോറ്റു തോറ്റു തോറ്റു. ഇത് നല്ല കളി, എന്നും കളിക്കാം. ആ മര കളിക്കാടാ. എന്നാ അയ്യോ പത്രല്ലടാ കൈ തരാൻ. ഈ എന്റെ മൂത്ത് എന്തെങ്കിലും വ്യത്യാസം ഉണ്ടാ? എന്തേ? ഒന്നുമില്ല. ഇവിടെ എവിടെങ്കിലും പൊട്ടിയിട്ടുണ്ടോ നോക്കി. എവിടെ? ഇവിടെ പൊട്ടിയിട്ടുണ്ട്. പുറത്തോട്ട് വരാനല്ല. അല്ല വായിൽ ഉപ്പുരസം തോന്നുന്നു. ചെറുതായിട്ട് ഉപ്പുരസം ഇല്ലേ? എന്നാ ഉള്ളു പൊട്ടിയിട്ടുണ്ടാവും. അവൻ നല്ല മിടുക്കനാ. എന്നാ അവന് നല്ല ഇഷ്ടായി. പൊട്ടിച്ച നിന്നെ ഞാൻ കൊല്ലും. ഇപ്പൊ ശരിക്കും അരിയോരിയായി. ആരാ മീര ഇത്? അത് ഞാനൊരു നിമിഷ കവിയാണ്. എങ്കിൽ ഈ നിമിഷം തന്നെ എഴുന്നേക്കണം. യാതൊരു മാനസില്ലാതെ കയറി വരിക, ഇരിക്കുക. നേരെ ഞാൻ ദുർബലനാണ് സ്നേഹത്തിന്റെ കാര്യം വരുമ്പോ മാത്രം. അല്ലാത്തപ്പോ ഞാൻ വെറും തൊട്ടിയാണ്. അത് വന്ന വരവിൽ തന്നെ മനസ്സിലായി. എന്ത് മനസ്സിലായി? എന്ത് മനസ്സിലായി നിങ്ങൾക്ക്? പ്ലീസ് മിസ്റ്റർ ബാബുരാജ്, ഇങ്ങോട്ട് വരൂ. നിങ്ങൾക്ക് എന്ത് വേണം? എനിക്ക് വലുത് മോഹൻ സാറാണ്. അദ്ദേഹത്തിന് കൊടുത്ത വാക്കാണ്. ആ വാക്ക് എനിക്ക് പാലിക്കണം. എനിക്ക് ഹൃദയം തുറന്നൊന്ന് സംസാരിക്കണം. ഹൃദയം തുറക്കാനൊന്നും ഇപ്പൊ പറ്റില്ല. പിന്നെ എപ്പോ പറ്റും? വീട്ടിലും ആൾക്കാരുടെ ശല്യം. പിന്നെ എന്റെ നിമിഷ കവിതയെ പറ്റി ഒന്നും പറഞ്ഞില്ല. പ്ലീസ് പിന്നെ സംസാരിക്കാം. എപ്പോ? ഒരു കാര്യം ചെയ്യാം. എല്ലാരും ഉറങ്ങിക്കഴിഞ്ഞതിന് ശേഷം രാത്രി വീട്ടിൽ ആ സ്വിമ്മിംഗ് പൂളിന്റെ അടുത്തേക്ക് ഒന്ന് വരുമോ? അത് പറ്റില്ലെങ്കിൽ ഇവിടെ എല്ലാവരുടെയും മുമ്പിൽ വെച്ച് സംസാരിക്കാം. വേണ്ട, ഞാൻ വരാം. ഉറക്കത്തിൽ ഒന്നും ഒരു കുറവുമില്ല. മോനെന്തിനാ കരയുന്നത്? പാലോ മറ്റോ വേണോ എന്തോ? അല്ല കുഞ്ഞമ്മേ, മഞ്ജുവിന്റെ പാവ നമ്മുടെ സ്വിമ്മിംഗ് പൂളിൽ വീണു തോന്നുന്നു. അതാ. അയ്യോ ആണോ മോളെ? കുഞ്ഞമ്മേ ഒന്ന് പോയി എടുത്തോണ്ട് വാ, അല്ലെങ്കിൽ ഇവള് കരച്ചിൽ നിർത്തില്ല. ഓ അതിനെന്താ, ഞാൻ എടുത്തിട്ട് വരാലോ. ആ കുഞ്ഞമ്മേ, പുറത്ത് നല്ല മഞ്ഞുണ്ട്. ഇത് തലവഴി മൂടിക്കോ. തണുപ്പ് കാലല്ലോ ഇത്. തണുപ്പില്ല, പക്ഷെ ഭയങ്കര മഞ്ഞാണ്. ഈ മഞ്ഞ് തലയിലോ ദേഹത്തോ വീണ ആ നിമിഷം കടന്നു പോകും. അങ്ങനൊരു മഞ്ഞ്. അവിടെ നോക്കി കാണും. എന്തായി? സംഗതി കുളമായി. എന്ത്? കുളത്തിൽ വീണു കുളമായി.